നമസ്കാരം. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഓറഞ്ച് മിൽക്ക് ഷേക്കാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായി നമുക്ക് പാല്, വെള്ളം, ഓറഞ്ച് സ്ക്വാഷ്, കണ്ടൻസ്ഡ് മിൽക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഇനി നമുക്കിതിൻ്റെ അളവൊക്കെ പറയുകയാണെങ്കിൽ പാല് ഒരു 200 ml ആവശ്യമാണ്. അതുപോലെ വെള്ളം 200 ml. ഇനി ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ സ്ക്വാഷ് ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഓറഞ്ച് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഓറഞ്ച് സ്ക്വാഷ് ആയാലും കുഴപ്പമില്ല. അതൊരു 100 ml. കണ്ടൻസ്ഡ് മിൽക്ക് 200 ഗ്രാം. ഇനി ഇതെല്ലാം വെച്ച് നമുക്ക് ഷേക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം ഞാനിതിലേക്ക് പാലൊഴിക്കുകയാണ്. അതിനുശേഷം ആ കപ്പിൻ്റെ അളവിൽ തന്നെ വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതായത് 200 ml ഗ്ലാസ്സിലാണ് ഞാൻ പാലൊഴിച്ചിരിക്കുന്നത്. അതേ അളവിൽ തന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് മിക്സിയുടെ ജാറിലൊഴിച്ച് അടിക്കുകയോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയോ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യാം. ഞാനിത് ബീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് നേരമൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് ആക്കിയെടുത്താൽ മതി. അതുപോലെ മിക്സിയിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. എല്ലാം ഒന്ന് കലങ്ങി കറക്റ്റായിട്ട് ആയി കിട്ടണം. അത്രയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഓറഞ്ച് ജ്യൂസോ ഓറഞ്ച് സ്ക്വാഷോ ഒഴിച്ചതിന് ശേഷം മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. ഒന്നാലും ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതി. ഇത് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ചിലപ്പോൾ നാരങ്ങ ചെറുതായിട്ട് പുളിയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട് ലാസ്റ്റ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒത്തിരി മധുരം കുറവാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ജ്യൂസിന് നല്ല മധുരമുള്ളതാണ്. മുന്നേ ഞാൻ ചെയ്തപ്പോൾ ഇത്തിരി പുളിയുള്ളതായിരുന്നു. അന്നേരം ഞാൻ അതിലേക്ക് സ്വല്പം പഞ്ചസാര ആഡ് ചെയ്തു. ഇപ്പം ഞാനത് ചെയ്യണില്ല. പക്ഷേ നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ സ്വല്പം പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്കിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കേണ്ടതുണ്ട്. ഞാനൊരു 5 മിനിറ്റ് നേരം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. എനിക്ക് അത്രയ്ക്ക് തണുപ്പ് വേണ്ട. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് തണുപ്പിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. ഒരിക്കലും കട്ടയാവരുത്. അത് നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് സെർവ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഐസ് ക്യൂബുകൾ ഇട്ട് കൊടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്ക് ചെയ്യാം. ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. തണുപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യാം. ഞാൻ അത് ചെയ്യണില്ല. ഞാനിതിലേക്ക് സ്വല്പം ഓറഞ്ച് അല്ലികൾ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഭംഗി ഉണ്ടാവും. അതിനാണ് ഞാൻ ചെയ്യുന്നത്. ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. നമുക്കിതിനിപ്പോൾ കറണ്ട് ഇല്ലെങ്കിലും നമുക്കിപ്പോൾ മിക്സിയിൽ വെച്ച് അടിക്കണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. ടേസ്റ്റുള്ള ഒന്നാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഓറഞ്ച് അല്ലികളൊക്കെ ഇട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഓറഞ്ച് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.